ഏരിയാസ നിങ്ങളുടെ മറ്റേ ലോക്കൽ വളം ഇത് 2 കിലോയ്ക്ക് 1500 രൂപ മുതലാണ്. നമ്മളങ്ങ് ഡെറാഡൂണി പോയപ്പോൾ ഇവിടെ ചോറ് വെച്ചൊരു പാത്രമാണ്. 4 മാസമായ കുരുമുളക്. ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് നേരത്തെ ചെയ്തൊരു വർക്കാണ് ഇവിടെ. അതായത് തൈകൾ വെച്ച് കഴിഞ്ഞപ്പോൾ അതിന് വളമിടാൻ വേണ്ടി വന്നു. ഈ വളവും ഇതിൻ്റെ കൂടെ ജൈവവളം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ആണ് യൂസ് ചെയ്യുന്നത്. തെങ്ങിൻ തൈ, കവുങ്ങ്, പിന്നെ പ്ലാവ്, കുരുമുളകുണ്ട്, അല്ലറ ചില്ലറ സാധനങ്ങൾ അതിന് വേണ്ടി വളമിടുന്നത്. തെങ്ങൊക്കെ 2 ഇല വന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഇടുന്നതെന്നൊക്കെ പറയാൻ ഞാൻ കാണിക്കാം. ഇതൊരു 30 ഗ്രാം മതി കവുങ്ങിൻ തൈക്കൊക്കെ. തെങ്ങിന് ഇച്ചിരി കൂട്ടിയിടാം. ഇത് ഇട്ട് അറികളൊന്നും പണിക്ക് കൊണ്ടുവരാൻ പാടില്ല നമ്മൾ പറയുന്നത്. രാവിലെ അവൻ വന്നു ഐശ്വര്യക്കേടായിട്ട് മുതുമലയത്ത് പണിയെടുക്കാൻ വേണ്ടി വന്നേക്കും. തൊപ്പിയും കെട്ടിക്കൊണ്ട് ഇറങ്ങടാ സൈറ്റിന്ന് അരച്ച് തേച്ച് കഴുകടാ. അവൻ എനിക്കിട്ട് പാരാൻ വെച്ചിട്ട് പോയേക്കുന്നോ. എത്ര അങ്ങ് കാട്ടിലോട്ട് പോയേക്കുന്നു. അത് അമ്മായി അവിടെ ഇരിപ്പുണ്ട്. ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനത്തിൻ്റെ കേട്ടോ വളമിടാൻ പോയി. രാവിലെയാണ് മുടിഞ്ഞ മഴയും. കാരണം മയക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ആകെ ഇവിടെ മാത്രമേ ഒന്ന് ഫോൺ വെക്കാനുള്ള സെറ്റപ്പ് ഉള്ളൂ. ഇവിടെയാണ് മൊത്തം കവുങ്ങാണ്. നടപ്പ് വഴീനപ്പുറം ഇപ്പുറം മൊത്തം കവുങ്ങാണ്. പഴയ വീഡിയോ കണ്ടവർക്ക് ഏകദേശം ഐഡിയ കിട്ടും. കാരണം ഞാൻ ഓൾറെഡി ഇത് കാണിച്ചിട്ടുണ്ട്. നടന്നത് ഏകദേശം 4 മാസമായതേ ഉള്ളൂ. അതിന് നമ്മളിങ്ങനെ തോട്ടം ചെയ്ത് കൊടുത്താൽ അതിന് പുറകെ വളമിടാൻ നമ്മൾ പോകും. അല്ലാതെ വെച്ച് കൊടുത്തിട്ട് ആ വഴി പോയിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇതെല്ലാം ആർമിക്കാരൊക്കെയാണ്, വരുന്ന ആൾക്കാരൊന്നും ഇല്ലാത്തവിടെ. ഇതൊക്കെ വല്ലപ്പോഴേ വരുള്ളൂ. ഇങ്ങനെ നോക്കുന്നവരെ പണി ഏൽപ്പിക്കുവാണെങ്കിൽ അങ്ങനെ ഉപകാരമുണ്ട്. കറക്റ്റ് സമയത്ത് വന്ന് എല്ലാം ചെയ്തോളും. അതായത് ഞങ്ങൾ ചെയ്തോളും. അല്ലെങ്കിൽ പിന്നെ അത് വളരുകയേ ഇല്ല. ആകെ കാടും പടലും കയറി പോവുകയുള്ളൂ. പൈസ മുടക്കുന്നവർ ഇങ്ങനെ അങ്ങോട്ട് ഒരു പണി ഏൽപ്പിക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ആഫ്റ്റർ മെയിൻ്റെനൻസ് ചെയ്യുന്നവരെ മാത്രം വർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതെന്ത് പണിയാണെങ്കിലും അങ്ങനെ തന്നെ, ഏത് മേഖലയിലാണെങ്കിലും. എങ്ങുമില്ലാത്തൊരു കോപ്പിലെ മഴയും. പക്ഷേ ഈ പണി കഴിഞ്ഞപ്പോൾ മഴയും പോയി. അത് എല്ലുപൊടി 1 കിലോ തെങ്ങിൻ തൈക്ക് തട്ടാം. ഒരു 2 പിടി വേപ്പിൻ പിണ്ണാക്കും. ഇത് പിന്നെ കവുങ്ങിനാണെങ്കിൽ 30 ഗ്രാം, തെങ്ങിനാണെങ്കിൽ ഒരു 40 ഗ്രാം വരെ ഇടാം. അതിൻ്റെ ആവശ്യമുള്ളൂ. അധികം വൃത്തിയാക്കാനൊന്നുമില്ല കേട്ടോ. 4 മാസമല്ലേ ഉള്ളൂ. അത് കാരണം അധികം കാടൊന്നും കയറിയിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അധികം കാടും കയറില്ല. നമുക്ക് പിന്നെ വളമിടാൻ വരുമ്പോൾ അധികം പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ തുറക്കാനൊന്നും ആയില്ലല്ലോ, കടമൊന്നും വട്ടം കൂട്ടാനൊന്നും ആയിട്ടില്ല. 4 മാസമല്ലേ ആയുള്ളൂ. എൻ്റെ പേര് നീ യൂദാസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. വളമൊക്കെ വെച്ച് കീഴ്ത്തുക. ഇനിയോ വേണോ? മഴയാ, ചിന്തയൊന്നും ഇല്ല. ഇവിടെ തങ്കം മേടിച്ചോണ്ട് വരുവാണ് എന്തെങ്കിലും കഴിക്കാൻ. ഇല്ലെന്നോ? എവിടെ പോയിട്ട് കഴിക്കാൻ? അവിടെ ഹോട്ടലില്ല. 30 ഗ്രാം കവുങ്ങിനും കൂടിക്ക് വിടണം. ഈ 30 ഗ്രാം ഇപ്പം എങ്ങനെ അളക്കും എന്നതാണ് ഒരു കൺഫ്യൂഷൻ. ഏകദേശം ഇത്രയും കാണുമായിരിക്കും. ഇച്ചിരി കൂടുതലാന്ന് തോന്നും. തെങ്ങിന് ലേശം കൂടെ കൂട്ടിയിടുക. ഇതിൻ്റെ കൂടെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൊടുക്കുക. രാസവളം പറ്റൂല കേട്ടോ അതിൻ്റെ കൂടെ. തന്തന താരോ അവൻ അളക്കാൻ ഒരു പാത്രം കിട്ടിയില്ലടാ വേറെ. ൂമ്പിന് കൊടുക്കണ്ട, വാടിപ്പോയെങ്കിലോ. അതല്ല, ഇപ്പുറത്തെ 2-3 കൊടീൻ്റെ മറ്റേ ഇടാത്തോണ്ടല്ലോ, അല്ല തുറക്കാത്തോണ്ടല്ലോ. ഞാൻ അപ്പോൾ പിന്നെ ഇതിടണ്ടേ?
ഏരിയാസ നിങ്ങളുടെ മറ്റേ ലോക്കൽ വളം ഇത് 2 കിലോയ്ക്ക് 1500 രൂപേൻ്റെ മുതലാണ്. ഏതിതോ നിനക്ക് എന്നാത്തിനിടാൻ അങ്ങനെ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. ഈ കിളുക്കാത്ത തൈക്കൊക്കെ ഇത് കൊണ്ടിട്ട പൊട്ടിക്കിടക്കൂടാ. നമുക്കൊന്നും മുതലാവൂലല്ലേ. എങ്ങനെ മുതലാകാനല്ലേ ഈ 1000, 2500 രൂപ 1500 രൂപ കൊടുത്തിട്ട് കാശുള്ളവന്മാർക്കൊക്കെ മേടിച്ചിട്ടാണെങ്കിൽ ഇടാം. കാശില്ലാത്തവർ മാനത്തോട്ട് നോക്കി കുന്നാന്ന് പറഞ്ഞിട്ടാണ്. കുരുമുളകൊക്കെ കണ്ടല്ലോ, 4 മാസമായ കുരുമുളക്. ചടപടയോള് രാവ് ഇത് കഴിയാതെ വരുമോ എന്നൊന്നും പ്രത്യേകിച്ച് നനക്കേണ്ട ആവശ്യമില്ല. ഇതാ ഇവിടെ കേട്ടോ ഇല്ലല്ലോ. കൊടിക്കൊക്കെ കുറച്ചിട്ടാൽ മതിയാവേ. കൊടിയല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ വരും. ഇത്ര വളരേണ്ട ആവശ്യമുണ്ടോ കൊടിക്ക്? 4 മാസമായതല്ലേ ഉള്ളൂ. മോശമല്ലേ? രാവും എല്ലാം കണക്കാം. പിന്നെ നമ്മൾ അടുത്ത തെങ്ങിൻ്റെ ചോട്ടിലെത്തി. അത് മതി. ആദ്യം പണിയെ കാണിക്കോളൂ എന്ന് എനിക്കറിയാം. ഇത് ഈ തെങ്ങിന് മറന്നു പോകും. മതി 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 ഇടറാ തെങ്ങിന്. തെങ്ങിന് വളം ഇടറാ. ചെറ്റേ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കും. വിട്ടിട്ട് പോടാ. നീ ഇതിനെ എണ്ണും. മഴ പോയി. ചെറ്റ കാലാവസ്ഥ. പണി കഴിഞ്ഞിട്ട് നമ്മളിവിടെ തീയിട്ട് കളിക്കണം. ഭയങ്കര കൊതുകാണ്. ചൂട്ടൊക്കെ ഇങ്ങനെയിട്ട് പുകയ്ക്കുവാണെങ്കിൽ സൂപ്പർ സാധനവും കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങ് ഡെറാഡൂണി പോയപ്പം ഇവിടെ ചോറ് വെച്ചൊരു പാത്രമാണ്. ഓക്കെ, നനഞ്ഞിട്ടാണ് തീയും പിടിക്കുന്നില്ല. അയ്യോ.